Hi all. Today we are discussing buck boost regulator. We have already discussed with the buck regulator and boost regulator. Therefore, buck boost, from the name itself we can understand that it is the combination of buck converter and boost converter. In the figure we can see that there is a voltage source input. The switch is placed here and the inductor is here, diode, and our load and capacitor. Okay, we will discuss the circuit diagram and waveforms later. Now, what is buck boost regulator? Provide an output voltage that may be less than or greater than input voltage, hence the name buck boost. In buck converter, it's a step down converter, we are getting an output voltage that is less than the input voltage. In boost converter, what's happening? The output voltage is greater than the input voltage, and hence the name boost converter. In buck boost converter, depends on the duty ratio, our output will be stepped up or stepped down. That is, we will get a higher voltage or lower voltage depending on the duty ratio. Okay, if the duty ratio is higher than 0.5, the circuit will act as a boost regulator, and if the duty ratio is less than 0.5, circuit acts as a buck converter. The output voltage polarity is opposite to that of the input voltage polarity. ഓക്കെ, അതായത് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും കൂടുതലാവാം കുറവാവാം. അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പൊളാരിറ്റി എന്തായിരിക്കും? മൈനസ് ദാറ്റ് ഓഫ് ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ആയിരിക്കും പൊളാരിറ്റി. ശ്രദ്ധിക്കുക, 2 പോയിൻ്റാണ്. ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ഔട്ട്പുട്ടിൻ്റെ ഉണ്ടാകുന്ന പൊളാരിറ്റി. അതുപോലെ വോൾട്ടേജ് കൂടുതലോ കുറവോ ആകാം. ദിസ് റെഗുലേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് ഇൻവെർട്ടിംഗ് റെഗുലേറ്റർ. എന്തുകൊണ്ടാണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻവേർട്ടിംഗ് ആയതുകൊണ്ട്. The main application is in regulated DC supplies. Buck boost converter can be obtained by the cascade connection of two basic converters, step down converter and step up. അതായത് ബക്ക് കൺവെർട്ടറും ബൂസ്റ്റ് കൺവെർട്ടറും കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്താൽ, അതായത് ഇൻ്റർകണക്ട് ചെയ്താൽ we will get എന്താണ്? ബക്ക് ബൂസ്റ്റ്. When the switch is closed, the input provides energy to the inductor and diode is reversed biased. When the switch is open, the energy stored in the inductor is transferred to the output. അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുക? ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യും. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോർഡ് എനർജി ഇൻഡക്ടർ ലോഡിലേക്ക് ഡെലിവർ ചെയ്യും. അതാണ് ബക്ക് ബൂസ്റ്റിൻ്റെ വർക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ്, this is the input output relation. Here this is the circuit diagram. You can draw the same circuit like this. This is the switch, the diode, inductor, capacitor. Okay, when if the switch is closed, ആണെങ്കിൽ what happened? ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഇങ്ങനെ ആയിരിക്കും പാത്ത് ഉണ്ടാവുക. അപ്പം ഇൻപുട്ടിൽ നമ്മൾ എന്താണോ കൊടുക്കുന്ന വോൾട്ടേജ്, ആ വോൾട്ടേജ് ആയിരിക്കും ഇൻഡക്ടറിന് അക്രോസ് ഉണ്ടാവുക. അപ്പോൾ ഇൻഡക്ടറിൻ്റെ ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആകുമ്പം, അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈയുടെ ഇവിടെ പോസിറ്റീവ് ആകുമ്പം, ഡയോഡിൻ്റെ ഈ സൈഡിൽ പോസിറ്റീവും ഈ സൈഡിൽ നെഗറ്റീവും ആവും. അപ്പോൾ എന്തായിരിക്കും? ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് സ്വിച്ച് ഓൺ ആവുന്ന കണ്ടീഷനിൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ഈ ഒരു സർക്യൂട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇനി സ്വിച്ച് ഓഫ് ആവുന്ന കണ്ടീഷനിൽ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ഇൻഡക്ടറിൻ്റെ പൊളാരിറ്റി സ്വിച്ചിങ് ടൈമിൽ ഇൻഡക്ടറിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. ഇപ്പോൾ ഇൻഡക്ടർ ഇവിടെ മൈനസ് ആവും, ഇവിടെ ഇൻഡക്ടർ മൈനസ് ആവും, ഇവിടെ പ്ലസ് ആവും. അപ്പം ഇവിടെ നെഗറ്റീവ്, അതായത് എൻ സൈഡിൽ നെഗറ്റീവും പി സൈഡിൽ പോസിറ്റീവും ആയി. അപ്പം ഡയോഡ് കണ്ടക്റ്റിംഗ് ആയി. അപ്പോൾ ഡയോഡ് കണ്ടക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഷോർട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇൻഡക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ റിവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ എഴുതുമ്പം വി ഡി എന്ന് പറയുന്നത് നമ്മളെ ഇൻപുട്ട് വോൾട്ടേജാണ്. വി ഡി ഇൻറ്റു ഡി ടി എസ്, അതായത് ഇൻഡക്ടറിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജാണ്. സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത്
വി ഡി ഇൻറ്റു ഡി ടി എസ് എന്ന് കിട്ടി. ഡി ടി എസ് മീൻസ് നമ്മളെ ടി ഓണിനാണ് നമ്മൾ ഡി ടി എസ് എന്ന് എഴുതിയത്. ഓക്കെ, ടി ഓൺ ആണ് ഡി ടി എസ് എന്ന് എഴുതിയത്. അപ്പം വി ഡി ഇൻറ്റു ഡി ടി എസ് പ്ലസ് മൈനസ് വി ഒ ഇൻറ്റു 1 മൈനസ് ഡി ടി എസ്. അതായത് ഇൻഡക്ടറിൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഇൻഡക്ടർ വോൾട്ടേജ് വി എല്ലും നമ്മളെ വി ഒ ആയിട്ട് നെഗറ്റീവ് ആയിരിക്കും. അതായത് വി എൽ ഇസിക്കൽ ടു മൈനസ് വി ഒ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. വി എൽ ഇസിക്കൽ ടു മൈനസ് വി ഒ, കാരണം റെഫറൻസിൽ മൈനസ് പ്ലസ് ഇതാണ് റെഫറൻസ് ഡയറക്ഷൻ. അപ്പോൾ ഇസിക്കൽ ടു മൈനസ് വി ഒ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഓഫ് ആയിരിക്കുന്ന സമയത്ത് മൈനസ് വി ഒ ആയിരിക്കും ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് ഉണ്ടാവുക. അതുകൊണ്ട് വി ഡി ഇൻറ്റു ടി ഓൺ പ്ലസ് മൈനസ് വി ഒ ഇൻറ്റു ടി ഓഫ് ഇസ് ഈക്വൽ ടു 0. അതായത് ആവറേജ് വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഇസ് 0. ആവറേജ് വോൾട്ടേജ് അക്രോസ് ആൻ ഇൻഡക്ടർ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഇസ് 0. അതുകൊണ്ട് വി ഡി ഇൻറ്റു ടി ഓൺ പ്ലസ് മൈനസ് വി ഒ ഇൻറ്റു ടി ഓഫ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മൈനസ് വി ഒന് അവർ 1 മൈനസ് ഡി ടി എസ് എന്ന് എഴുതി. ഇവിടെ 1 മൈനസ് ഡി ടി എസ് എന്ന് എഴുതി. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് വി സീറോ ബൈ വി ഡി ഈക്വൽ ടു ഡി ബൈ 1 മൈനസ് ഡി എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഡി ബൈ 1 മൈനസ് ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡ്യൂട്ടി റേഷ്യോ അറിയെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് കേസാണ്. ഇപ്പോൾ ഡി ലെസ് ദാൻ 0.5, ഡ്യൂട്ടി റേഷ്യോ ലെസ് ദാൻ 0.5 ആണെങ്കിൽ ഇപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 0. ഡി 0 ആകുമ്പോൾ ഈ ഇക്വേഷനിൽ ഡി 0 ആകുമ്പോൾ എന്തായിരിക്കും? വി ഒ ഔട്ട്പുട്ട് എന്തായിരിക്കും? വി ഡി ഇൻറ്റു ഡി ബൈ ഡി. ഡി 0 ആകുമ്പോൾ വി 0 0 ആയിരിക്കും. ഡി 0.25 ആകുമ്പം വി 0 ഈക്വൽ ടു വി ഡി ഇൻറ്റു 0.25 ബൈ 1 മൈനസ് ഡി അല്ലേ. 1 മൈനസ് ഡി എന്ന് പറയുമ്പോൾ 0.75. അപ്പോൾ വി ഡി ബൈ 3. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും വി ഡി ബൈ 3 എന്ന് പറഞ്ഞാൽ ബൈ 3, 3-1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡി ഈക്വൽ ടു 0.4 ആണെങ്കിൽ വി 0 ഈക്വൽ ടു വി ഡി ഇൻറ്റു 0.4 ബൈ 1 മൈനസ് 0.4 1.6. അപ്പം 2 വി ഡി ബൈ 3. അതായത് ഡി 0.4 0.25 0.5 താഴെ വരുമ്പം നമ്മുടെ കൺവേർട്ടർ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ആക്ടസ് എ ബക്ക് കൺവേർട്ടർ. ഇനി ഡി ഗ്രേറ്റർ ദാൻ 0.5 ആണ്. ഇപ്പം 0.75 നോക്കുക. അപ്പം ഡി 0.75 ആണെങ്കിൽ വി 0 എന്നാൽ വി ഡി ഇൻറ്റു 0.75 ഡിവൈഡ് ബൈ 1 മൈനസ് 0.75, അതായത് 0.25. അപ്പം 3 വി ഡി ബൈ 2. അതായത് വി ഡി നമ്മുടെ ഇൻപുട്ടിനേക്കാളും കൂടുതലായിരിക്കും ഔട്ട്പുട്ട്. ഹെൻസ് ബൂസ്റ്റ് കൺവേർട്ടർ. ഓക്കെ, അപ്പോൾ നോക്കുക. ഡിപ്പെൻഡ്സ് ഓൺ ദി ഡ്യൂട്ടി റേഷ്യോ, ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച്. ഓക്കെ, വിൽ ബി ആക്ട് ആസ് എ ബക്ക് ഓർ ബൂസ്റ്റ്. അപ്പോൾ സ്വിച്ച് ഓൺ ആയ കേസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, സ്വിച്ച് ഓൺ ആകുമ്പം എന്താണ് നമ്മുടെ സർക്യൂട്ടിൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻഡക്ടർ ഇൻപുട്ടിൽ ഇങ്ങനെ ഇൻഡക്ടർ ചാർജ് ചെയ്ത് വെക്കും. മുകളിൽ പ്ലസ് താഴെ മൈനസ്. ഓക്കെ, വി ഡി ഈക്വൽ ടു വി എൽ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ അല്ലേ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതുപോലെ സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പം ഇൻഡക്ടർ പൊളാരിറ്റി ചേഞ്ചസ്. ഡയോഡ്, ഇവിടെ ഒരു ഡയോഡ് ഉണ്ടായിരുന്നു അല്ലേ, ഇങ്ങനൊരു ഡയോഡ് ഉണ്ട്. അപ്പോൾ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആവും. ഇപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഷോർട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പം കറണ്ട് എന്ത് ചെയ്യും? ഇൻഡക്ടറിൽ നേരത്തെ സ്റ്റോർ ചെയ്ത എനർജി നമ്മുടെ ലോഡിലേക്ക് സപ്ലൈ കൊടുക്കും. വി എൽ ഇസിക്കൽ ടു മൈനസ് വി ഒ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇൻഡക്ടർ റിലീസ് ഇറ്റ്സ് എനർജി ടു ദി ലോഡ്. അതാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് വേവ് ഫോംസ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വി എസും വി ഡിയും ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ വി എസ് എന്നുള്ളത് ഇവിടെ വി ഡി. വി എസ് വി ഡി എന്തായാലും, അല്ലെങ്കിൽ വി ഇൻപുട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. അപ്പം നോക്കാം. ഫസ്റ്റ് എന്ത് വോൾട്ടേജാണ്? ഇൻഡക്ടർ വോൾട്ടേജ്. ഇൻഡക്ടർ വോൾട്ടേജ് പറഞ്ഞു നമ്മൾ ഓൺ ആയിരിക്കുന്ന സമയത്ത് വി എൽ ഇസിക്കൽ ടു വി ഡി അല്ലെങ്കിൽ വി എസ്. എന്താണോ ഇൻപുട്ട് നമ്മൾ സപ്ലൈ കൊടുത്ത ആ വോൾട്ടേജ് തന്നെയാണ്. അതാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത്. ഇനി വി എൽ ഇസിക്കൽ ടു മൈനസ് വി ഒ എന്ന് പറഞ്ഞു എപ്പം? സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പം. അപ്പോൾ അതാണ് മൈനസ് വി ഒ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇൻഡക്ടർ വേവ് ഫോം വരുന്നത്. ഇനി ഐ എല്ലിൻ്റെ കേസ് എപ്പോഴും എന്താണ്? സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ എപ്പോഴും ഇൻഡക്ടർ ചാർജ് ചെയ്യും. അപ്പോൾ ഇൻഡക്ടർ ചാർജ് ചെയ്യും. സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ ഇൻഡക്ടർ ലോഡ് വഴി ഡിസ്ചാർജ് ചെയ്യും. അല്ല, ചാർജിങ് അല്ല, എനർജി സ്റ്റോർ ചെയ്യും. അപ്പോൾ എനർജി റിലീസ് ചെയ്യും. ചാർജിങ് എന്ന് പറയരുത്, കപ്പാസിറ്ററിലല്ല. ഓക്കെ,
അപ്പോൾ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യും, എനർജി റിലീസ് ചെയ്യും. ഓക്കെ, ഇൻഡക്ടർ വേവ് ഫോം ചെയ്യും. ഇനി സ്വിച്ച് വേവ് ഫോം എന്താണ്? നമ്മൾ സ്വിച്ച് ഓണാക്കുന്ന ടൈമിൽ മാത്രമേ സ്വിച്ചിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യൂ. സ്വിച്ച് ഇപ്പോൾ ഇവിടെ ഓണാക്കി കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് ഫ്ലോ ഇല്ല. അപ്പോൾ സ്വിച്ച് ഓണാക്കുമ്പം സ്വിച്ച് വഴി പോകുന്ന കറണ്ട് തന്നെയാണ് ഇൻഡക്ടർ വഴിയും പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്വിച്ചിങ് വേവ് ഫോം ഇങ്ങനെ കിട്ടിയത്. ഇനി സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സ്വിച്ച് വഴി കറണ്ട് ഇല്ല. ഓക്കെ, ഇനി കപ്പാസിറ്റർ ഐ സി കപ്പാസിറ്റർ കറണ്ട് എന്താണ്? കപ്പാസിറ്റർ കറണ്ട് സ്വിച്ച് ഓണായിരിക്കുന്ന ടൈമിൽ എന്താ പ്രശ്നം? സ്വിച്ച് ഓണാകുമ്പോൾ ഇൻഡക്ടർ മാത്രമേ ചാർജ് ചെയ്യൂ, ഡയോഡില്ല. അപ്പം ഈ ഒരു V0 എന്നാണ് സിയിലേക്ക് ഒരു കറണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് റിവേഴ്സ് ഡയറക്ഷനിൽ നെഗറ്റീവ് കറണ്ട് കാണിച്ചിരിക്കുന്നത്. ഇനി സ്വിച്ച് ഓണായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്വിച്ച് ഓണായിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക. സ്വിച്ച് ഓഫായിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക സ്വിച്ച് ഓഫായിരിക്കുന്ന സമയത്ത്. അപ്പോൾ സ്വിച്ച് ഓഫായിരിക്കുന്ന സമയത്ത് ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതായത് ഇൻഡക്ടറിലൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് കപ്പാസിറ്ററിലൂടെയും പോകുന്നത്. ബട്ട് മാഗ്നിറ്റ്യൂഡ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡ് കുറച്ച് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വേവ് ഫോം നമ്മുടെ അടുത്ത് വരക്കാൻ ചോദിച്ചു. അപ്പോൾ ഡയോഡ് കറണ്ട് ID-യുടെ വേവ് ഫോം വരക്കാൻ ചോദിച്ചാൽ എങ്ങനെ വരക്കും? ഡയോഡ് കറണ്ട് ID-യുടെ വേവ് ഫോം വരക്കണം. എന്തായിരിക്കും ഡയോഡ് വഴിയുള്ള കറണ്ട്? സ്വിച്ച് ഓൺ ആയിരിക്കുമ്പം ഡയോഡ് വഴി കറണ്ട് എന്തായിരിക്കും? സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞാൽ ഡയോഡ് റിവേഴ്സ് ബയസ്ഡാണ്, ഡയോഡ് വഴി കറണ്ട് ഇല്ല അല്ലേ? അപ്പം സ്വിച്ച് ഓൺ ആകുമ്പോൾ ഡയോഡ് വഴി കറണ്ട് ഇല്ല. ഇനി സ്വിച്ച് ഓഫ് ആകുമ്പോഴോ? സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഇൻഡക്ടർ വഴിയുള്ള കറണ്ട് തന്നെയാണ് ഡയോഡ് വഴി പോകുന്നത്. അപ്പം സ്വിച്ച് ഓഫ് ആകുമ്പം ഇങ്ങനെ നമുക്ക് വേവ് ഫോം കിട്ടും അല്ലേ? നമ്മൾ ഇത് കപ്പാസിറ്റർ വരച്ച പോലെ. ബട്ട് ഇൻഡക്ടർ കറണ്ടിൻ്റെ വാല്യൂ കുറച്ചുകൂടി കൂടുതലായിരിക്കും. കാരണം ഡയോഡ് കറണ്ട് എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് ഇൻഡക്ടർ കറണ്ട്. അപ്പോൾ ഇത്ര തന്നെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏത് വോൾട്ടേജോ കറണ്ടോ എന്ത് വരയ്ക്കാൻ പറഞ്ഞാലും വി ക്യാൻ ഡ്രോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബൂസ്റ്റ് റെഗുലേറ്ററിൻ്റെ വേവ് ഫോംസ്. അപ്പോൾ ഇനി വരുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് റിപ്പിളാണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റിപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസ്യൂമിങ് ദാറ്റ് ഓൾ റിപ്പിൾ കറണ്ട് കമ്പോണൻറ്റ് ഓഫ് ID ഫ്ലോസ് ത്രൂ ദ കപ്പാസിറ്റർ. ഇപ്പോൾ റിപ്പിൾ കറണ്ട് മൊത്തം കപ്പാസിറ്റർ വഴി ഫ്ലോ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ആവറേജ് വാല്യൂ ഫ്ലോസ് ത്രൂ ദി ലോഡ് റെസിസ്റ്റർ. ഓക്കെ, ദ പീക്ക് ടു പീക്ക് വോൾട്ടേജ് റിപ്പിൾ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഡെൽറ്റ V0. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ΔQ/C. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ സെയിം കേസ് തന്നെ ബൂസ്റ്റ് റെഗുലേറ്ററിൽ കണ്ടുപിടിച്ച പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം ΔQ/C. ഇപ്പോൾ ΔQനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? I0 × dTs അല്ലേ? ഇതാണ് ΔQ, ഇതാണ് ΔQ. അപ്പോൾ I0 അല്ലേ? I0 × ടൈം, I0 × T ഓൺ ടൈം dTs. അതാണ് I0 × dTs/C. അപ്പം I0 ആണ് V0/R എന്ന് എഴുതി. അപ്പം ΔQ dTs/RC എന്ന് കിട്ടി. ഇനി dTs/τ എന്ന് കിട്ടി. അപ്പോൾ RC എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. അപ്പം dTs/τ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് റിപ്പിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ വീഡിയോ ലെങ്ത് അധികം ഇൻക്രീസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നോട്ട് എഴുതുക, വീഡിയോ കണ്ടിട്ട് നോട്ട് എഴുതുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.